എന്നെ ശല്യം ചെയ്യാനായി ഇനി വന്നാൽ എൻ്റെ ഭർത്താവ് വെറുതെ ഇരിക്കില്ല. ഇപ്പോൾ ഒരു സാമ്പിൾ മാത്രമേ അമ്മായിയുടെ മോന് കിട്ടിയിട്ടുള്ളൂ. അവൾ പറഞ്ഞു നിർത്തിയതും ഒരു കൈ അവൾക്ക് നേരെ നീണ്ടുവന്നു. അമ്മാവിൻ്റെ കൈകളായിരുന്നു അവളുടെ നേരെ നീണ്ടുവന്നത്. പക്ഷേ ആ കരങ്ങൾ അവളുടെ കരണത്ത് പതിച്ചില്ല. അമ്മാവിൻ്റെ കൈകളിൽ അതിനു മുന്നേ ഒരു പിടി വീണു. എൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ ഭാര്യയെ തല്ലാമെന്ന് കരുതണ്ട. എനിക്ക് ജീവനുള്ളത്തോളം ഇവളെ ഒരു നോട്ടം കൊണ്ടുപോലും ആരും വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതും പറഞ്ഞ് അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ അവിടെ നിന്നും ഇറങ്ങി. അച്ഛാ, അവൻ നമ്മുടെ വീട്ടിൽ വന്ന് വെല്ലുവിളിച്ചിട്ട് പോയത് കണ്ടില്ലേ? ശ്രീകാന്ത് ദേഷ്യത്തോടെ ടേബിളിൻ്റെ പുറത്തിരുന്ന ഫ്ലവർ വേസ് എറിഞ്ഞു പൊട്ടിച്ചുകൊണ്ട് പറഞ്ഞു. അവന് ജീവനെടുത്ത കാലം അവളെ സംരക്ഷിക്കുമെന്നല്ലേ പറഞ്ഞത്? അവൻ്റെ ചേതനയേറ്റ ശരീരത്തിന് അവളെ സംരക്ഷിക്കാൻ കഴിയില്ലല്ലോ. അച്ഛൻ എന്താ പറഞ്ഞു വരുന്നത്? സംശയത്തോടെ അവൻ തിരക്കി. അവനെ കൊല്ലണം. നിങ്ങൾ എൻ്റെ മോനെ ജയിലിലേക്ക് പറഞ്ഞയക്കുമോ? അവൻ നിസ്സാരണക്കാരല്ല, ഒരു പോലീസുകാരനാണ്. ഇരു ചെവി അറിയാതെ ഒരു തെളിവുമില്ലാതെ വേണം അവനെ ഈ ലോകത്തുനിന്ന് പറഞ്ഞയക്കാൻ. അങ്ങനെ ആകാശിനെ എങ്ങനെ കൊല്ലാമെന്നതിനെക്കുറിച്ചുള്ള ശ്രീകാന്തിൻ്റെ വീട്ടുകാരുടെ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ഇതൊന്നും അറിയാതെ പരസ്പരം സംസാരിച്ചുകൊണ്ട് ആകാശും കല്യാണിയും ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറെ നേരമായിട്ടും അവരെ കാണാതെ ഐസിയുവിന് പുറത്ത് പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് സ്നേഹ. ശ്രീപാർവതിയെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. അങ്ങനെ ബോറടിച്ചിരുന്നപ്പോൾ അവളുടെ അടുത്തേക്ക് ഒരു സിസ്റ്റർ വന്നു പറഞ്ഞു. അവളുടെ ചുണ്ടിൽ എന്തെന്നില്ലാത്ത ഒരു പുഞ്ചിരി വിടർന്നു. ഏറെ സമയത്തെ ഏകാന്തതയ്ക്ക് ശേഷം ഒരാളെ കൂട്ടുകിട്ടുന്നതിൻ്റെ ആനന്ദം. ശ്രീപാർവതിയെ റൂമിലേക്ക് മാറ്റിയതും സ്നേഹ അവിടേക്ക് ചെന്നു. സ്നേഹയെ കണ്ടതും വേദനകൾക്കിടയിലും അവളുടെ ചൊടിയിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? വേദനയുണ്ടോ? അവളുടെ അരികിലായി ഒരു കസേരയിൽ ഇരുന്നുകൊണ്ട് സ്നേഹ തിരക്കി. വേദനയുണ്ട്, എന്നാലും ഇപ്പം കുഴപ്പമില്ല. കല്ലു എവിടെ? അവളുടെ ഭർത്താവുമായി ഒന്ന് പുറത്തേക്ക് പോയി. നീ ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞോ? പിന്നെ അല്ലാതെ. അതെനിക്കിതിൻ്റെ മറുപടി കേട്ടപ്പോഴേ തോന്നി. നീ കാരണം എന്തായാലും അവൾക്ക് നല്ലൊരു ആൺതുണ തന്നെയാണ് കിട്ടിയത്. ഇല്ലെങ്കിൽ അവളുടെ മുറച്ചെറുക്കൻ. എൻ്റെ ജീവിതവും ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു പുതിയ വഴിത്തിരിവിലേക്കാണ് പോയത്. നിനക്കന്ന് എന്താ അവിടെ ഉണ്ടായത്? ആകാംക്ഷയോടെ അവൾ തിരക്കി. അത് ഞാൻ പറയാം, ഇപ്പോഴല്ല പിന്നെ. അതെന്താ ഇപ്പം പറഞ്ഞാൽ? പറയാൻ ഒരുപാടുണ്ടടി. കല്ലുവും കൂടി വന്നിട്ട് പറയാം. അവൾക്കും അറിയാൻ നിന്നെപ്പോലെ ആകാംക്ഷയുണ്ടല്ലോ. അവർ അങ്ങനെ ഓരോന്നും പറഞ്ഞ് സംസാരിച്ചിരുന്നു. ചേച്ചിയമ്മ ഇല്ലാത്തത് കൊണ്ട് അഞ്ജുവിൻ്റെ മുഖത്ത് ഒരു സന്തോഷവുമില്ല. അവളുടെ ഇരിപ്പ് കണ്ട് കീർത്തി അങ്ങോട്ട് ചെന്ന് സംസാരിച്ചിരുന്നു. കല്യാണി ഇല്ലാത്തത് കൊണ്ടാണോ മോളുടെ മുഖത്ത് ഒരു ഉത്സാഹക്കുറവ്? കീർത്തി തിരക്കി. ചേച്ചിയമ്മ ഇല്ലാത്തതുകൊണ്ട് ഒരു രസവുമില്ല. അതിനിവിടെ കീർത്തി ചേച്ചിയില്ലേ? ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ? എനിക്കും ബോറടിക്കില്ലേ? ചേച്ചിയമ്മയെ കാണാത്തതിൻ്റെ സങ്കടത്തിലാണെങ്കിലും അവൾ കീർത്തിയുമായി സംസാരിച്ചിരുന്നു. കല്യാണിയും ആകാശും ഏറെ നേരത്തിന് ശേഷം ആശുപത്രിയിൽ എത്തിച്ചേർന്നു. ആകാശ് കല്യാണിയെ അവിടെയാക്കിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അവൾ നേരെ ICU ലക്ഷ്യമാക്കി നടന്നു. പക്ഷേ അവിടെ സ്നേഹയെ കാണാതെ അവളുടെ മിഴികൾ നാലുപാടും പരതി. ഇവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടി അവിടെ ഒരു നേഴ്സ് നിൽക്കുന്നത് കണ്ടതും അവൾ അവരോട് തിരക്കി. ICUണ്ടായിരുന്ന പേഷ്യന്റിനെ റൂമിലേക്ക് മാറ്റി. ഇവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടി ആ കുട്ടിക്കൊപ്പം കാണും. അവൾ നേരെ ശ്രീപാർവതി കിടക്കുന്ന റൂം ലക്ഷ്യം വെച്ച് നടന്നു. അവൾ അവിടെ എത്തുമ്പോൾ രണ്ടുപേരും കൂടി സംസാരിച്ചിരിക്കുകയായിരുന്നു. നീ വന്നോ? നിന്റെ കെട്ടിയോനെവിടെ? കല്ലുവിനെ കണ്ടതും സ്നേഹ ചോദിച്ചു. എന്നെ ഇവിടെ ആക്കിയിട്ട് സ്റ്റേഷനിലേക്ക് പോയി. എവിടെയായിരുന്നു കറക്കം? അർത്ഥം വെച്ച് സംസാരിക്കുന്നത് പോലെ അവൾ തിരക്കി. പിന്നെ നടന്നതെല്ലാം വിശദമായി വള്ളിപുള്ളി തെറ്റാതെ കല്ലു വിശദീകരിച്ചു കൊടുത്തു. നിയമപരമായി നിങ്ങൾ ഇന്നാണല്ലോ ഭാര്യ ഭർത്താക്കന്മാരായത്. രണ്ടുപേരും പരസ്പരം അംഗീകരിച്ച ദിവസവും. അത് കേട്ടതും നാണത്താൽ അവളുടെ കവിൾത്തടങ്ങൾ ചുവന്നു തൊടുത്തു. കട്ട ചുവപ്പ് നിറത്തിലെ പനിനീർ പൂവ് പോലെ. പാറുവിനോട് ഒരുപാട് കാര്യം ചോദിച്ചറിയാനുണ്ട് എന്നും പറഞ്ഞ് അവൾ പാറുവിനരികിലേക്ക് നീങ്ങി. രണ്ടുപേരോടും എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. ആദ്യം ഞാൻ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആകട്ടെ. ഇപ്പം എന്താ പറഞ്ഞാല്? ഡിസ്ചാർജ് ആകുന്നവരെ കാത്തിരിക്കാമെന്ന് ഞങ്ങൾക്ക് വയ്യ. സ്നേഹയാണ് പറഞ്ഞത്. പാറുവുമായി കല്യാണിയും സ്നേഹയും ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. വൈകുന്നേരം ആയപ്പോഴേക്കും ഡ്യൂട്ടി കഴിഞ്ഞ് ആകാശ് ആശുപത്രിയിലെത്തി. തനിക്കിപ്പോൾ എങ്ങനെയുണ്ട്? പാറുവിനെ കണ്ട് ആകാശ് തിരക്കി. കുഴപ്പമില്ല ചേട്ടാ. പാറുവിൻ്റെ ചേട്ടാവിളി കേട്ടതും സ്നേഹയും കല്യാണിയും ഒരുപോലെ ഞെട്ടി. തൻ്റെ വീട്ടിലറിയിക്കണ്ടേ? ഇതൊന്നും ശ്രദ്ധിക്കാതെ ആകാശ് ചോദിച്ചു. ഇപ്പം അറിയിക്കണ്ട. ഈ മുറിവൊക്കെ ഒന്നും കേട്ട് ഡിസ്ചാർജ് ആകുമ്പോൾ വീട്ടിൽ പോകാം.
ഇപ്പം എന്നെ ഈ അവസ്ഥയിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുമ്പോൾ നിന്റെ ഇഷ്ടം പോലെ. സ്നേഹയും കല്യാണിയും ഇതുവരെ ഞെട്ടലിൽ നിന്നും മുക്തരായിട്ടില്ല. എന്നാ നമുക്കിറങ്ങിയാലോ? കല്യാണിയുടെ ഭാഗത്തു നിന്നും മറുപടി ഒന്നുമില്ലായിരുന്നു. നീ ഇത് ഏത് ലോകത്താ? വിരഞ്ഞൊടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അപ്പോഴാണ് അവൾക്ക് ബോധം തിരിച്ചു വീണത്. എന്താ പറഞ്ഞത്? നമുക്ക് വീട്ടിലേക്ക് പോയാലോ എന്നാ ചോദിച്ചത്. നമ്മൾ വീട്ടിലേക്ക് പോയാൽ പാറുവിനാരാ കൂട്ട്? അതിനിവിടെ സ്നേഹമുണ്ടല്ലോ, രണ്ടുപേർക്കും പരസ്പരം സംസാരിച്ചിരിക്കാമല്ലോ. എന്നാലും നീ വരുന്നില്ലെങ്കിൽ വേണ്ട, എന്നെ നോക്കാൻ എൻ്റെ മുറപ്പെണ്ണ് കീർത്തി അവിടെ ഉണ്ട്. അത് പറഞ്ഞതും അവൾക്ക് പിടിച്ചില്ല. ഇവിടെ ഇവൾക്ക് കൂട്ട് സ്നേഹമുണ്ടല്ലോ, ഞാൻ വീട്ടിലേക്ക് വരുവാ. ഡി, ഞാൻ നാളെ രാവിലെ വരാം, കല്ലു സ്നേഹയോട് പറഞ്ഞു. അവൾ സ്നേഹയോടും പാറുവിനോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. പെണ്ണിനൊട്ടും കുശുമ്പില്ലല്ലേ? പാറു സ്നേഹയോട് തിരക്കി. അതെ അതെ. അവർ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയപ്പോൾ സമയം 7 മണിയായി. രണ്ടുപേരും നല്ല സന്തോഷത്തിലായിരുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിനക്കറിയാമോ? ഡ്രൈവിങ്ങിനിടയിൽ ഒരു കള്ളച്ചിരിയോടെ ആകാശ് തിരക്കി. ഇന്നത്തെ ദിവസത്തിന് എന്താ പ്രത്യേകത? ഇന്നൊരു പ്രത്യേകതയില്ലായിരുന്നോ? എനിക്കൊരു പ്രത്യേകതയും തോന്നിയില്ല. എല്ലാ ദിവസവും പോകുന്ന പോലെ ഇന്നത്തെ ദിവസവും കടന്നു പോയി. അവന്റെ കള്ളച്ചിരിയിൽ നിന്ന് അവൾക്ക് കാര്യം മനസ്സിലായിരുന്നു. എന്നാലും അവനെ ഒന്ന് വട്ട് കളിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. ഇവൾക്ക് വല്ല ഷോർട്ട് ടൈം മെമ്മറി ലോസ് വല്ലതും ഉണ്ടോ? അവൻ മനസ്സിൽ പറഞ്ഞു. ഇന്ന് നിയമപരമായി നീ എൻ്റെ ഭാര്യയായ ദിവസമാണ്. ഇന്നാണ് നമ്മുടെ ആദ്യ രാത്രി. അത് കേട്ടതും അവളുടെ മുഖം നാണത്താൽ ചുവന്നു തുടുത്തു. ചോരയൊപ്പിയെടുക്കാൻ പറ്റുന്ന വിധം കട്ട ചുവപ്പ് നിറത്തിലെ റോസാപ്പൂ പോലെയുണ്ടായിരുന്നു അവളെ അന്നേരം കാണാൻ. പെട്ടെന്ന് ഒരു കാർ അവരെ ഓവർടേക്ക് ചെയ്ത് മുൻപിൽ വട്ടം വന്നു നിന്നു. അത് കണ്ടതും കല്യാണിയുടെ മനസ്സിൽ ഭയമായി. ആകാശേട്ടനെ എന്തെങ്കിലും ചെയ്യാൻ വന്നവർ ആയിരിക്കും. IPS ഓഫീസർ അല്ലേ, ശത്രുക്കൾ ഒരുപാടുണ്ടാവും. അവൾ ആത്മകഥം നടത്തി. ആ കാറിൽ നിന്നും തടിയന്മാരെ കുറച്ച് ചെറുപ്പക്കാർ ഇറങ്ങി വന്നു. കണ്ടാൽ തന്നെ പേടി തോന്നുന്ന ശരീരപ്രകൃതം, മുടിയൊക്കെ വളർത്തി വികൃത രൂപമാണ്. അതിലൊരു ഗുണ്ട അവർക്ക് നേരെ വന്ന് കാറിന്റെ ഡോർ തുറന്നു. കല്യാണിയുടെ ഹൃദയമെടുപ്പ് കൂടി വന്നു. നിന്നെ കാണാൻ കൊള്ളാലോടി പെണ്ണെ, പഴുത്തു ചുവന്ന ആപ്പിൾ പോലെ ഉണ്ടല്ലോ, വഷളം ചിരിയോടെ ആ ഗുണ്ട പറഞ്ഞു. അവൾക്ക് നേരെ വഷളത്തരമായി വന്നയാൾ ഇപ്പോൾ റോഡിൽ തലയിടിച്ച് കിടക്കുകയാണ്. അയാൾ പറഞ്ഞത് മാത്രമേ അയാൾക്ക് ഓർമ്മയുള്ളൂ. എന്താ നടന്നതെന്ന് ഒരു പിടിയുമില്ല. ആകാശിന്റെ മുഷ്ടി ചുരുട്ടിയുള്ള അടിയിൽ പെട്ടെന്ന് വേച്ചു വീണതാണ്. നീ വണ്ടിയിൽ നിന്ന് എന്തുണ്ടായും ഇറങ്ങണ്ട. കല്ലുവിനോട് അതും പറഞ്ഞ് ആകാശ് ഡോർ ലോക്ക് ചെയ്തു. പിന്നെ അവിടെ തൃശ്ശൂർ പൂരമായിരുന്നു. അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ഒടുവിൽ ആകാശ് അവർക്ക് നേരെ തോക്ക് ചൂണ്ടി. ആ തോക്കിൻ മുന്നിൽ അവർ പേടിച്ചു നിന്നതും അവൻ കാർ സ്റ്റാർട്ട് ചെയ്ത് ഏതോ ദിശയിലേക്ക് ഓടിച്ചു. അവർക്കു പിന്നാലെ ആ ഗുണ്ടകളും വന്നു. കല്യാണി കൂടെ ഉണ്ടായിരുന്നതായിരുന്നു അവന് പേടി. ആ രാത്രിയിലെ ഇരുട്ടിൽ നിന്നും അവളെയും കൊണ്ട് അവരുടെ എങ്ങോട്ടെങ്കിലും മറയണമെന്ന് മാത്രമായിരുന്നു അന്നേരത്തെ അവന്റെ ചിന്ത. ആ ചിന്തയിൽ ഓവർ സ്പീഡിൽ അവൻ ലക്ഷ്യബോധമില്ലാതെ ഏതോ ദിശയിലേക്ക് കാർ പായിച്ചു വിട്ടു. അവരുടെ കാറിന് പിറകെ തന്നെ ആ ഗുണ്ടകളും ഉണ്ടായിരുന്നു. എങ്ങനെയോ ആ ഗുണ്ടകളുടെ കണ്ണു വെട്ടിച്ച് അവർ അവിടെയോ ചെന്നെത്തി. ഇതേത് സ്ഥലം? ചുറ്റും നോക്കിക്കൊണ്ട് കല്ലു തിരക്കി. എനിക്കും അറിയില്ല, ഞാനും അത് തന്നെയാണ് നോക്കുന്നത്. അറിയില്ലെന്നോ? അവൾ ഞെട്ടലോടെ ചോദിച്ചു. ആ ഗുണ്ടകളുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാനായി കാർ വായിച്ചു വിട്ടത്. നമ്മൾ എവിടെ എത്തിപ്പെട്ടിരിക്കുന്നതെന്ന് കൂരിട്ടിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അവൻ ഫോൺ എടുത്ത് ആരെയോ വിളിക്കാൻ നോക്കി. പക്ഷെ കോള് പോകുന്നത് പോലും ഇല്ലായിരുന്നു. നമ്മളേതോ പട്ടിക്കാട്ടിലാണ് എത്തിപ്പെട്ടതെന്ന് തോന്നുന്നു. ആകാശേട്ടൻ അതെന്താ അങ്ങനെ പറഞ്ഞത്? റേഞ്ച് പോലും ഇല്ല, ആരിങ്ങോട്ട് വിളിച്ചാലും കിട്ടില്ല, നമുക്ക് ആരെയും വിളിക്കാനും പറ്റില്ല. അയ്യോ, നമ്മുടെ പിറകെ വന്നവരൊക്കെ ആരാ? അവരെന്തിനാ നമ്മളെ പിന്തുടരുന്നത്? മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങൾ അവൾ ചോദിച്ചു. അത് എനിക്കും അറിയില്ല, അവർ ആരാണെന്നും അവരുടെ ഉദ്ദേശം എന്താണെന്നും. നിങ്ങളുടെ വല്ല ശത്രുക്കളും ആയിരിക്കും. പോലീസ് ഓഫീസറല്ലേ, ധാരാളം ശത്രുക്കളെ സമ്പാദിച്ചിട്ടുണ്ടാകില്ലേ? ഇതേ സമയം ശ്രീകാന്തിന്റെ വീട്ടിൽ. അച്ഛാ, നമ്മൾ അയച്ച ഗുണ്ടകളുടെ കണ്ണു വെടിച്ചവർ രക്ഷപ്പെട്ടു. ദേഷ്യത്തിൽ കയ്യിൽ കിട്ടിയ ഒരു ഫ്ലവർ വേസ് എടുത്ത് എറിഞ്ഞുകൊണ്ട് ശ്രീകാന്ത് പറഞ്ഞു. നീ നിരാശപ്പെടേണ്ടടാ മോനെ, ഇനി അവസരങ്ങൾ ഒത്തുവരുമല്ലോ. അവനൊരു IPS ഓഫീസറല്ലേ, അവരെ ആക്രമിക്കാൻ ശ്രമിച്ചത് ആരാണെന്ന് അന്വേഷിക്കാതെ അടങ്ങിയിരിക്കുമോ? ശ്രീകാന്തിന്റെ അമ്മ സംശയം പ്രകടിപ്പിച്ചു. അതോർത്ത് പേടിക്കണ്ട, പെട്ടെന്നൊന്നും നമ്മളിലേക്ക് അന്വേഷണം എത്തില്ല. അവനൊരു പോലീസ് ഓഫീസറല്ലേ, അതുകൊണ്ട് തന്നെ മിത്രങ്ങളെക്കാൾ കൂടുതൽ അവന് ശത്രുക്കളെ സമ്പാദിച്ചിട്ടുണ്ടാവും. അവരിലാരെങ്കിലും ആണെന്ന് കരുതിക്കോളും. അവൻ്റെ ശ്രദ്ധ നമ്മളിലേക്ക് എത്തുന്നതിന് മുൻപേ അവനെ തട്ടണം. ശ്രീകാന്ത് ദേഷ്യത്തോടെ പറഞ്ഞു. പെട്ടെന്ന് തന്നെ അതിനുള്ള സമയം വരും.
ഈ സമയം അത്രയും സമയമായിട്ടും കല്യാണിയെയും ആകാശിനെയും കാണാത്തതിന്റെ ടെൻഷനിലാണ് രാമേട്ടനും കീർത്തിയും അഞ്ചുമോളും. സമയം 10 മണിയാവുന്നു. ഇതുവരെ രണ്ടുപേരെയും കാണുന്നില്ലല്ലോ രാമേട്ട. വിളിച്ചിട്ടാണെങ്കിൽ കോളും പോകുന്നില്ല. ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്നാ പറയുന്നത്. വെപ്രാളത്തോടെ കീർത്തി പറഞ്ഞു. മോളോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അഞ്ജുവിനോട് രാമൻ തിരക്കി. ഇല്ലെങ്കിൽ ഇന്ന് നേരത്തെ വരാം, ഇന്നലത്തെ പോലെ താമസിക്കത്തൊന്നുമില്ലെന്ന് പറഞ്ഞ ചേച്ചിയമ്മ പോയത്. എനിക്കെന്തോ നല്ല ടെൻഷൻ. താമസിക്കുവാണെങ്കിലും ഒന്ന് വിളിച്ചു പറയാലോ. മോൾക്ക് കല്യാണിൻ്റെ ഫ്രണ്ട്സിൻ്റെ ആരുടെയെങ്കിലും നമ്പർ അറിയുമോ? കീർത്തി തിരക്കി. എനിക്ക് ചേച്ചിയമ്മയുടെ കൂട്ടുകാരി സ്നേഹച്ചേച്ചിയുടെ നമ്പർ കാണാതെയാ. മോൾ നമ്പർ പറഞ്ഞേ. അഞ്ജു നമ്പർ പറഞ്ഞു കൊടുത്തു. അഞ്ജുന് പറഞ്ഞു കൊടുത്ത നമ്പർ കീർത്തി ഡയൽ ചെയ്തു. ഹലോ, ഇത് കല്യാണിയുടെ കൂട്ടുകാരി സ്നേഹയല്ലേ? കോൾ അറ്റൻഡ് ചെയ്തതും കീർത്തി തിരക്കി. അതെ, ഇതാരാ? മറുവശത്തു നിന്നും സ്നേഹ ചോദ്യമുയർത്തി. എൻ്റെ പേര് കീർത്തി. കല്യാണി ഇതുവരെയും വീട്ടിലെത്തിയിട്ടില്ല. അവളെ കോൾ ചെയ്തിട്ട് കിട്ടുന്നുമില്ല. അതാണ് തന്നെ വിളിച്ചത്. കല്യാണിയും ആകാശ് സാറും കൂടി ഇവിടെ നിന്ന് ഏകദേശം ഒരു 7 മണിയായപ്പോഴേ ഇറങ്ങിയല്ലോ. ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ലല്ലോ. ടെൻഷനോടെ കീർത്തി പറഞ്ഞു. അവർ ചിലപ്പോൾ വല്ല ഔട്ടിങ്ങിന് വല്ലതും പോയി കാണുമായിരിക്കും. അതായിരിക്കും ലേറ്റ് ആകുന്നത്. ആണെങ്കിൽ തന്നെ ഒന്നിങ്ങോട്ട് വിളിച്ചു പറയാമല്ലോ. ഇതങ്ങോട്ട് കോൾ ചെയ്തിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. കല്യാണിയുടെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആണ്. സ്വർഗത്തിലെ കട്ടുറുമ്പായി ആരും ചെല്ലാതെ ഇരിക്കാനായിരിക്കും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത്. കല്യാണി പറഞ്ഞ് കീർത്തിയെ അറിയാവുന്നത് കൊണ്ട് അവൾ ആ രീതിയിലാണ് മറുപടി കൊടുത്തത്. പെട്ടെന്നാണ് എന്തോ കാര്യം കീർത്തി ഓർത്തത്. അവർ ഔട്ടിങ്ങിന് പോയിരിക്കാനാണ് സാധ്യത എന്നല്ലേ താൻ പറഞ്ഞത്? പക്ഷേ ആകാശ് യൂണിഫോമിലല്ലേ? അപ്പോഴാണ് സ്നേഹയും ആ കാര്യം ഓർത്തത്. ഇതുവരെയും യാതൊരു ടെൻഷനും പേടിയും ഇല്ലാതെ സംസാരിച്ചിരുന്ന സ്നേഹയ്ക്കും ഭയമായി തുടങ്ങി. ഇവരിത് എവിടെയായിരിക്കും പോയത്? കീർത്തി പറഞ്ഞതുപോലെ ആകാശ് സാർ യൂണിഫോം പോലും മാറ്റാതെ അവളുമായി ചുറ്റിക്കറങ്ങില്ല. സ്നേഹ മനസ്സിൽ പറഞ്ഞു. താൻ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? മറുവശത്തു നിന്നും സ്നേഹയുടെ ശബ്ദമൊന്നും കേൾക്കാതെ വന്നപ്പോൾ കീർത്തി തിരക്കി. താൻ പറഞ്ഞത് ശരിയാ. പിന്നെ ഇതവർ എവിടെ പോയതായിരിക്കും? ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് സമയം ഒരുപാടായല്ലോ. കല്യാണി ഒന്ന് താനും കൂടി വിളിച്ചു നോക്ക്. കിട്ടിയാൽ പറയാൻ മറക്കല്ലേ. അതും പറഞ്ഞ് കീർത്തി ഫോൺ കോൾ കട്ട് ചെയ്തു. എന്താടി പ്രശ്നം? നിരാശയോടെ ഇരിക്കുന്നത് കണ്ട് സ്നേഹയോട് പാറു ചോദിച്ചു. അത് കല്ലു ആകാശ് സാറും ഇതുവരെയും വീട്ടിലെത്തിയിട്ടില്ലെന്ന്. രണ്ടുപേരെയും മാറി മാറി വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന്. ഞാനൊന്ന് അവളെ വിളിച്ചു നോക്കട്ടെ. പരിഭ്രമത്തോടെ സ്നേഹ പറഞ്ഞു. അവൾ കല്ലുവിനെ വിളിച്ചു നോക്കി. പക്ഷേ കീർത്തി പറഞ്ഞതുപോലെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അവളുടെ മനസ്സ് മുഴുവൻ ഭയമായിരുന്നു. എന്താടി, അവളെ വിളിച്ചിട്ട് കിട്ടിയില്ലേ? സ്നേഹയുടെ മുഖത്തെ വാട്ടം കണ്ട് പാറു ചോദിച്ചു. ഇല്ല, അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എനിക്ക് എന്തോ പേടിയാകുന്നു. നീ പേടിക്കണ്ട. കല്ലു അവളുടെ ഭർത്താവിൻ്റെ കൂടെയല്ലേ. ഫോൺ ചാർജ് തീർന്ന് ഓഫായതായിരിക്കും. ആകാശ് സാർ കൂടെ ഉണ്ടാകുമെന്നുള്ളതാണ് എൻ്റെ ഏക ആശ്വാസം. എവിടെയാണെന്ന് പോലും അറിയാതെ ചുറ്റിനും നോക്കിക്കൊണ്ടിരിക്കുകയാണ് കല്യാണിയും ആകാശും. ഇത് സ്ഥലം ഏതാണെന്ന് ഈ കൂരിരുട്ടം നോക്കി മനസ്സിലാകില്ല. നാളെ നേരം വെളുക്കുന്നത് വരെ കാക്കണം ആകാശേട്ടാ. അന്നേരം ഈ രാത്രി നമ്മൾ എവിടെ കിടക്കും? കാറിൽ കിടന്നുറങ്ങാം, അതേ വഴിയുള്ളൂ. അവർ കാർ ലോക്ക് ചെയ്ത് അതിനകത്ത് കിടന്നുറങ്ങി. കണ്ണിൽ വെളിച്ചം തട്ടിത്തുടങ്ങിയപ്പോൾ ഇരുവരും പയ്യെ ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ നിന്ന് എഴുന്നേറ്റു. കല്ലു, രാവിലെ ആയെന്ന് തോന്നുന്നു. അതും പറഞ്ഞ് ആകാശ് കാറിന് വെളിയിലിറങ്ങി. അവന് പുറകെ അവളും ഇറങ്ങി. രണ്ടുപേരും ചുറ്റിനും വീക്ഷിക്കാൻ തുടങ്ങി. പെട്ടെന്നെന്തോ കണ്ടതും കല്ലു പേടിച്ചു വിറച്ച് അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു.